കർത്താവിൻ്റെ സമയങ്ങളെല്ലാം തക്ക സമയമാണ്, കൃത്യസമയമാണ്. ഒരു സെക്കൻഡ് കർത്താവ് തെറ്റില്ല. അതിൻ്റെ തെളിവാണ് ഈ എസ്തേറിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ മൊർദെഖായി എന്ന യഹൂദനെ, ആ ദൈവപൈതലിനെ കൊല്ലാൻ ഹാമാൻ എന്ന ദുഷ്ടനായ ആ രാജ്യത്തിൻ്റെ മന്ത്രി പദ്ധതിയിട്ടപ്പോൾ അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ഹാമാൻ ഒരു പ്ലാൻ ചെയ്താൽ അത് 127 രാജ്യങ്ങളെയും ബാധിക്കും. അതുപോലത്തെ വലിയ പദവിയുള്ളൊരു മനുഷ്യനാണ്. രാജാവിൻ്റെ മുദ്രാമോതിരം പോലും ഹാമാൻ്റെ കയ്യിലാണ് കിടക്കുന്നത്. ഹാമാൻ എന്തും ചെയ്യാൻ കഴിയും. എന്നാൽ രാജാവിൻ്റെ പടിവാതുക്കൽ ഇരിക്കുന്ന മൊർദെഖായി നിസ്സഹായനാണ്. അവനെ കൈത്താങ്ങൽ കൊടുക്കാൻ ആരുമില്ല, സാധുവായൊരു മനുഷ്യൻ. എന്നാൽ അവൻ യഹൂദനായിരുന്നു. യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. അബ്രഹാമിൻ്റെ സന്തതി, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയിലുള്ളവനാണ്. ദൈവത്തിൻ്റെ ഉടമ്പടിയിലുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ എത്ര വലിയ മഹാനേക്കാളും വലിയവനാണ്. അതാണ് മൊർദെഖായിയുടെ ചരിത്രം. മൊർദെഖായിയെ കൊല്ലാൻ പദ്ധതിയിട്ട അന്ന് രാത്രി, അടുത്ത ദിവസം കൊല്ലുമെങ്കിൽ അതിനുവേണ്ടി കഴുകുമരം പണിതെങ്കിൽ, ഹാമാന്റെ വീട്ടുമുറ്റത്ത് അത് പണിതെങ്കിൽ, അതിൻ്റെ തൊട്ട് തലേ രാത്രി ആ രാജ്യത്തിലെ രാജാവിൻ്റെ ഉറക്കം ദൈവം കെടുത്തി. രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ തിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയെയും പ്രപഞ്ചത്തെ മുഴുവനും കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഭൂമിയുടെയോ പ്രപഞ്ചത്തിൻ്റെയോ നക്ഷത്രജാലങ്ങളുടെയോ നിയന്ത്രണം പോയിട്ടില്ല. എല്ലാം കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല. ആകാശത്തിലൂടെ പോകുന്ന ഒരു പക്ഷി പോലും നിലത്ത് വീഴുന്നത് കർത്താവ് അറിയാതെയല്ല. നമ്മുടെ ഒരു മുടി കൊഴിയുന്നത് പോലും കർത്താവ് അറിയാതെയല്ല. എല്ലാം യേശു കർത്താവ് എടുത്തു പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ ഒന്നും നടക്കില്ല. അതിൻ്റെ അർത്ഥം മുഴുവനും കൺട്രോൾ യേശുവിൻ്റെ കയ്യിലാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കതൊരു വലിയ ധൈര്യമാണ്. നമ്മുടെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. അന്ന് രാത്രി രാജാവിന് ഉറക്കം പോയി. രാജാവ് ഒരു ഡയറി എടുത്ത് വായിക്കാൻ പറഞ്ഞ ആ ഡയറിയിൽ കൃത്യമായിട്ടും മൊർദെഖായി ചെയ്ത ഉപകാരങ്ങൾ, രാജാവിനെ സഹായിച്ചത്, രാജാവിന് 2 ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിച്ചത് അതിനകത്ത് എഴുതിയിരുന്നു. മൊർദെഖായിയാണ് ആ ചതി കണ്ടുപിടിച്ച് രാജാവിനെ രക്ഷിച്ചത്. അത് എസ്തേർ മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ അറിയിച്ചു. അന്ന് രാത്രി ആ കാര്യം അറിഞ്ഞ രാജാവ് മൊർദെഖായിക്ക് വല്ല ഉപകാരവും ചെയ്തോ? അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു, ഇല്ല. ആരവിടെ? പ്രാകാരത്തിൽ ഹാമാൻ അവിടെ നിപ്പുണ്ടായി മൊർദെഖായിയെ കൊല്ലാൻ. ഹാമാനോട് തന്നെ രാജാവ് പറഞ്ഞു, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവൻ എന്തെല്ലാം കൊടുക്കണം? ഹാമാൻ എന്ന മന്ത്രി പറഞ്ഞു, രാജാവിൻ്റെ കുതിര, രാജാവിൻ്റെ കിരീടം, രാജാവിൻ്റെ വസ്ത്രം, രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മാനിക്കുമെന്ന് പട്ടണങ്ങൾ നടന്ന് വിളിച്ചു പറയണം. അത് അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ വിളിച്ചു പറയണം. എന്നെ അല്ലാതെ വേറെ ആരെയാണ് രാജാവ് ബഹുമാനിക്കുന്നത്? അവൻ്റെ ആഗ്രഹം മൊത്തം പറഞ്ഞു. ഇതൊന്നും ആഗ്രഹിക്കാത്ത പാവപ്പെട്ട മൊർദെഖായി ഇതിനെല്ലാം അവകാശിയായി. രാജാവ് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും കുറച്ച് കളയരുത്. ഇതൊന്നും കുറക്കാതെ ആ പടിവാതിക്കലിരിക്കുന്ന മൊർദെഖായിക്ക് ഇത് മുഴുവൻ ചെയ്തേക്കണം, ഒന്നും കുറച്ച് കളയരുതെന്ന് പറഞ്ഞു. രാജാവിനെ പേടിയുള്ള ഹാമാൻ ഇതെല്ലാം ചെയ്തു. ഇതാണ് റൈറ്റ് ടൈമിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാം. നിന്നെ തകർക്കാൻ വരുന്ന വ്യക്തിയെ കൊണ്ട് തന്നെ നിന്നെ മാനിപ്പിക്കുന്ന ഒരു ദൈവം, എല്ലാം ആദതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും പേടിക്കേണ്ട. നിങ്ങളെ തീർത്തു കളയുമെന്ന് പറഞ്ഞു വരുന്ന വിഷയത്തെ കർത്താവ് തിരിച്ചു കളയും. ആ വിഷയം തന്നെ നിനക്കൊരു ബ്ലെസ്സിങ് ആയി മാറും. ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ മൊർദെഖായി നിലവിളിച്ചതുപോലെ, ഉപവസിച്ചതുപോലെ ഈ കർത്താവിൽ ആശ്രയിക്കുക. വലിയ അത്ഭുതങ്ങൾ കാണും.
നല്ലവനായ സ്വർഗസ്ഥനായ പിതാവിനെ നമുക്ക് പാടി ആരാധിക്കാം. तूने किया खाली अपने आप को, जोड़ी सारी महिमा, होकर खुदा किया शून्य अपने आप को, बना मनुष्य समान, बन गया दास समान, मृत्यु सही हाँ मृत्यु क्रूस की, और हुआ सबसे महान। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। आसमानों में है स्थिर तेरा सिंहासन, पराक्रमी खुदा, महिमा से अब फैले तेरा शासन, कदमों पे सारा जहान, सजदे में हर इंसान, वध जो हुआ निर्दोष में मरा, तेरा है सारा अधिकार। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। कल आज और सर्वदा यीशु तू ही है खुदा। कल आज और सर्वदा यीशु तू ही है खुदा। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे, घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए।
നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെത്തി. അതിലെ ഒരു ചരിത്രം, 5 അപ്പം 2 മീനും വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ഉള്ളിൽ വലിയ സാധ്യതകളുണ്ട്. നമ്മുടെ ഉള്ളിലാണ്, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ജീവജല നദികൾ, ഈ അനുഗ്രഹങ്ങൾ ഒഴുകുന്നത്. യേശുവിൽ നിന്ന് ഒഴുകിയതുപോലെ ഇന്ന് നമ്മിൽ നിന്ന് ഒഴുകുന്നു. യേശു താൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനെന്ന് ജനത്തിൻ്റെ മുമ്പിൽ തെളിയിച്ചു. ഇതുപോലെ നാം ദൈവം അയച്ചിട്ട് വന്നവരാണെന്ന് നാം തെളിയിക്കണം, നമ്മെ തെളിയിക്കണം. നാം ദൈവത്തിൻ്റെ അടുക്കലായിരിക്കണം. ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വരണമെങ്കിൽ, വന്നവരെന്ന് തെളിയണമെങ്കിൽ നാം ദൈവത്തിൻ്റെ അടുക്കൽ ഇരിക്കണം. തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനുമാണ് യേശു പന്തിരുവരെ തിരഞ്ഞെടുത്തത്. അടുത്ത ഭാഗം യോഹന്നാൻ 6:15 മുതൽ വായിക്കുമ്പോൾ, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഈ 5 അപ്പം 2 മീനും വർദ്ധിപ്പിച്ച് 5000 പുരുഷന്മാർക്ക്, അല്ലെങ്കിൽ ഒരു 20,000 പേർക്ക്, സ്ത്രീകളും കുട്ടികളെയും കൂട്ടിയിട്ടില്ല, ഒരു 20,000-ത്തിലധികം പേർക്ക് ആ മരുഭൂമിയിൽ തിന്ന് തൃപ്തരാകാൻ അവർക്ക് കൃപ കൊടുത്ത കർത്താവ് ഇത് വാസ്തവത്തിൽ ക്രിസ്തുവാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അവർ തന്നെ പിടിച്ച് രാജാവാക്കാൻ പോകുന്നു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ കർത്താവ് തനിയെ ഒരു മലയിലേക്ക് വാങ്ങിപ്പോയി. എന്താണ്? യേശു രാജാവായിരുന്നു, രാജാവായി പിറന്നവനാണ്, രാജാതി രാജാവാണ്. അതുകൊണ്ട് അവൻ്റെ നക്ഷത്രം കണ്ട് കിഴക്ക് നിന്ന് ജ്ഞാനികൾ വന്ന് പൊന്നും മീറും കുന്തിരിക്കും ഒക്കെ കാൽക്കൽ വെച്ച് വീണ് അവനെ നമസ്കരിച്ചു. അവൻ രാജാവായിരുന്നു. യേശുവിനെ അറിയാം, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കണം. എൻ്റെ പിതാവ് സർവശക്തനായ പിതാവ്, രാജാതി രാജാവ്, ഞാൻ രാജാതി രാജാവിൻ്റെ മകൻ. യേശുവിനറിയാം ഞാൻ രാജാവാണ്. പീലാത്തോസിനോട് പറഞ്ഞു, നീ രാജാവാകണോ? അതെ, ഞാൻ രാജാവാകുന്നു എന്ന് യേശു പറഞ്ഞു. യേശുവിനെ അറിയാം, ഞാൻ രാജാവാണ്. പിന്നെ നമ്മൾ എന്താ ഇങ്ങനെ വായിക്കുന്ന, അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അതിൻ്റെ കാരണം, യേശു ആദ്യത്തെ വരവ് വന്നത് രാജാവാകാനല്ലായിരുന്നു. എന്തുകൊണ്ട് യേശു അന്ന് രാജാവായില്ല? കാരണം യേശുവിന് വേണമെങ്കിൽ രാജാവാകാം. പിതാവിനോട് ചോദിച്ചാൽ 12 ലെഗ്യോൻ ദൂതന്മാർ, ചേവകരെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഈ പട്ടാളത്തെ മുഴുവൻ തോൽപ്പിക്കാമായിരുന്നു. റോമൻ സൈന്യത്തെയും യഹൂദന്മാരെ എല്ലാം തോൽപ്പിക്കാമായിരുന്നു, രാജ്യം സ്ഥാപിക്കാമായിരുന്നു. എന്നാൽ യേശു അന്ന് രാജാവാകാഞ്ഞതിൻ്റെ കാരണം, യേശു ക്രൂശിൽ മരിച്ച് തൻ്റെ രാജാവിൻ്റെ ജീവൻ നമുക്ക് തന്ന് നമ്മെ കൂടി രാജാക്കന്മാരാക്കാനാണ് യേശു ഒന്നാമത് വന്നത്. യേശു അന്ന് രാജാവായിരുന്നെങ്കിൽ യേശു മാത്രമേ രാജാവായി തീരുകയുള്ളൂ. എന്നാൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം രാജകുമാരികളും രാജകുമാരന്മാരുമാകണമെങ്കിൽ യേശു വന്ന് തൻ്റെ ജീവൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തരണമായിരുന്നു. ഇപ്പോൾ നമ്മുടെ മേലുള്ള ജീവൻ രാജാവിൻ്റെ ജീവനാണ്, രാജകീയ ജീവനാണ്. ഈ സത്യങ്ങൾ അറിയുന്നവർ ഇന്ന് സ്വതന്ത്രമാകും. നാം ഇന്ന് മനുഷ്യരല്ല, നാം ദൈവമക്കളാണ്. അതിൻ്റെ അർത്ഥം, ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ രാജാതി രാജാവിൻ്റെ മക്കൾ, രാജകീയ പുരോഹിത വർഗമെന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, വിശുദ്ധ വംശം, സ്വന്ത ജനം, രാജകീയ പുരോഹിത വർഗം. അതിൻ്റെ അർത്ഥം, യേശു അന്ന് രാജാവായിരുന്നെങ്കിൽ നമ്മൾ വെറും പ്രജകൾ മാത്രമാകുമായിരുന്നു. മാത്രമല്ല, അന്നുള്ളവർക്ക് മാത്രം രാജാവായി തീരേണ്ടി വരുമായിരുന്നു. യേശു മരിച്ചത് നമുക്ക് നിത്യജീവൻ തരാനാണ്. യേശുവിൻ്റെ മരണത്തിലൂടെയാണ് അവൻ്റെ ജീവൻ അവനിൽ വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്നത്.
ഇന്ന് നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നാം ഇന്ന് യേശുവിനെ പോലെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. നാം യേശുവിനെ പോലെ തന്നെയാണ്. ഇതെങ്ങനെ അറിയാം? വിശ്വാസത്താൽ അറിയാം. വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വീട്ടിലെ കാര്യമൊക്കെ വിശ്വാസത്താൽ നടക്കുന്നു എന്നുള്ളതല്ല. ഞാൻ രാജാവാണ്, വലിയ രാജാവിൻ്റെ ഒരു കൊച്ചു മകനാണ് ഞാൻ. എന്നെ ഇവിടെ ഭരിക്കാൻ വാഴുവാനാക്കിയിരിക്കുകയാണ്. ആദാം രാജാവായിരുന്നു. അതുകൊണ്ടാണ് ആദാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ നീ സന്താന പുഷ്ടിയുള്ളവരായി നിറഞ്ഞ് കവിഞ്ഞ് ഭൂമിയിൽ സകലത്തെ അടക്കി വാഴുവിൻ. ആദ്യം ദൈവം ആദാമിനോട് പറഞ്ഞ വാക്കതാണ്. അവൻ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ മേൽ വന്നു. അടുത്തത് അവനോട് പറഞ്ഞു, നീ വാഴുക. വാഴുന്നത് ആരാണ്? രാജാക്കന്മാരാണ്. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പിശാചിൻ്റെ അടിമത്തത്തിൻ്റെ കീഴെയായിരുന്നു. എന്നാൽ യേശു നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പിതാവിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. നമ്മെ വിടുവിച്ചു. പിശാചിൻ്റെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ നിന്ന് നമ്മെ വിടുവിച്ചു. അവൻ്റെ വചനം നമ്മെ വിടുവിച്ചു. അവൻ്റെ ശക്തി നമ്മെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ ബന്ധനത്തിലല്ല, നമ്മൾ സ്വതന്ത്രരാണ്. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി. യേശു തൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് വിടുതൽ തന്നു. ഇത് വിശ്വസിക്കുന്നവർക്ക് ഈ മാന്യതയുണ്ടാകും. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ ഫലമുള്ളൂ, ഇതിൻ്റെ പ്രയോജനമുള്ളൂ. യേശു ഒന്നാമത് രാജാവാകാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. യേശു രാജാവായില്ല. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, തനിയെ രാജാവായിരിക്കും. യേശുവാകുന്ന കോതമ്പ് മണി. എന്നാൽ നിലത്ത് വീണ് ചത്തപ്പോഴോ അധികം വിളവുണ്ടായി. യേശുവിൻ്റെ മരണം നിമിത്തം നമ്മളും ദൈവ മക്കൾ ആയി മാറി. ഈ വെളിപ്പാടിലേക്ക് സഭ വരണം. യേശുവിൻ്റെ മരണം നമുക്ക് പുത്രത്വം ലഭിക്കാനിടയായി. യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ മരണം നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി. ആരെ? വിശ്വസിച്ചവരെ. റോമർ 10:9-10 വായിക്കുന്ന പോലെ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാഗൊണ്ട് ഏറ്റുപറഞ്ഞു. നമ്മൾ യേശുവിനെ പോലെ തന്നെ രാജാക്കന്മാരായി മാറി. യേശുവിനെ പോലെ നമുക്ക് വാഴാൻ കഴിയും. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4:17 പറയുന്നു, അവനായിരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ആയിരിക്കുന്നു. യേശു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് രാജാതി രാജാവായി വാഴുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം ദൈവം അവന് കൊടുത്തു. യോഹന്നാൻ പറയുന്ന, അവനായിരിക്കുന്ന പോലെ ഭൂമിയിൽ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നു. ആ പദവി, ആ അധികാരം, ആ അഭിഷേകം, ആ ശക്തി ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് വ്യാപരിക്കും. വിശ്വാസം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത്. വിശ്വസിക്കുന്നവർ ഇത് പറയണം, ദിവസവും പറയണം, ഞാൻ രാജാവാണ്, ദൈവം എന്നെ ആക്കിയ പദവിയിലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്, ഒരു ബാധയും എന്നോട് അടുക്കില്ല, ഒരു സൈന്യം എൻ്റെ നേരെ വന്നാൽ അവർ തോറ്റുപോകും, ഒരു പിശാചിനും എൻ്റെ നേരെ നിൽക്കാൻ കഴിയില്ല, എൻ്റെ ആയുസ്സിൽ ആർക്കും എന്നെ തകർക്കാൻ കഴിയില്ല, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജകുമാരിയാണ്, രാജകുമാരനാണ്. പറ, നിങ്ങളെ വാടക വീട്ടിൽ കിടന്നുകൊണ്ട് പറ, നിങ്ങളുടെ ഇല്ലായ്മയിൽ കിടന്നുകൊണ്ട് പറ, ജപ്തിയിലാണെങ്കിൽ അവിടെ കിടന്ന് പറ, വിശ്വാസം പറ. നിങ്ങൾ പുറത്തു വരുന്നത് നിങ്ങൾ തന്നെ കാണും. നിങ്ങളുടെ മേലുള്ള സമൃദ്ധി പുറത്തു വരുന്നത് കാണും. നമ്മുടെ അകത്തെ മനുഷ്യൻ രാജാവാണ്. നമ്മുടെ പുറത്തെ മനുഷ്യൻ ഇന്ത്യൻ പൗരനാണെങ്കിൽ
അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏത് രാജ്യത്തെ പൗരത്വമാണ് നിങ്ങൾക്കുള്ളത്, ആ രാജ്യത്തെ പൗരത്വമാണെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ സ്വർഗത്തിലെ പൗരത്വമാണ്. ആ രാജകീയമായ ഒരു പൗരത്വം നമ്മുടെ മേലുണ്ട്. ഇംഗ്ലണ്ടിലെ രാജകുടുംബത്തിന് അവിടെ ടാക്സ് കൊടുക്കണ്ട, അവിടെ പല കാര്യങ്ങളും ഫ്രീ ആണ് എന്നതുപോലെ നമ്മൾ രാജകുടുംബമാണ്. ഈ ഒരു ബോധ്യത്തിലാണ് യേശു പത്രോസിനോട് ചോദിച്ചത്, പത്രോസേ, ശിമോനെ, നിനക്കെന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ കരമൊക്കെ മേടിക്കുന്നത്, ടാക്സ് മേടിക്കുന്നത് ആരോടാണ്? മക്കളോടാണ്, അന്യരോടാണ്? ശിമോൻ പത്രോസ് പറഞ്ഞു, അന്യരോട്. അപ്പോൾ മക്കൾ ഒഴിവുള്ളവരല്ലോ. അതിൻ്റെ അർത്ഥം നമ്മൾ രാജകുമാരന്മാരാ. എങ്കിലും നമ്മൾ അവർക്ക് ഇടർച്ച വരുത്തണ്ട, കാരണം അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമുക്ക് ടാക്സ് കൊടുക്കാം. നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന 4 ദ്രഹ്മ, ചതുർദ്രഹ്മ പണം എടുക്ക്. എന്നിട്ട് 2 ദ്രഹ്മ എനിക്കും 2 ദ്രഹ്മ നിനക്കും ടാക്സ് കൊടുക്കും. നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും അവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മൾ രാജകുമാരി കുമാരന്മാരാണെന്ന്. യേശു ഇതിലൂടെ പഠിപ്പിക്കുകയാണ്. ഈ വചനങ്ങളെല്ലാം ഗ്രഹിക്കുന്നവർ ഒരു രാജകീയ ജീവിതം നയിക്കാനിടയാകും. നാം നമ്മെ തിരിച്ചറിയണം. നാം വിശ്വാസത്താൽ അതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് കേട്ടേച്ച് പിന്നെ പഴയ ജീവിതം നയിക്കരുത്. നമ്മൾ ആരാണെന്ന്, ഞങ്ങൾക്കുള്ളത് എന്താണെന്ന് ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് വരുന്നത്. നമുക്ക് വിശ്വസിക്കാം, കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കാം. യേശു ഒന്നാമത് രാജാവാകാൻ മനസ്സ് വെക്കാഞ്ഞത് നമ്മൾ രാജകുമാരികളും രാജകുമാരന്മാരുമാകാൻ. അതിനുവേണ്ടി യേശു ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്തെങ്കിൽ, യേശു വില മുടക്കി നമുക്ക് വേണ്ടി നൽകിത്തന്ന ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും വിഡ്ഢികളായി നമ്മൾ തീരും. നമ്മുടെ പദവിയെ സ്വീകരിക്കുക. രാജകുടുംബമാണ് നമ്മൾ ഓരോ കുടുംബങ്ങളും. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാളുടെ വില തിരിച്ചറിയുക. ഈ അനുഗ്രഹങ്ങളെ സ്വന്തമാക്കുക. അബ്രഹാം പോയിടത്ത് അവൻ രാജാവിനെ പോലെ ജീവിച്ചത്. ഇസഹാക്കിന്റെ മുമ്പിൽ രാജാക്കന്മാർ ബഹുമാനത്തോടെ നിന്നു, ഉടമ്പടി ചെയ്തു. യാക്കോബ് ഒരു രാജാവിനെ പോലെയാണ് ജീവിച്ചത്. ആ കാലത്ത് ഏറ്റവും വലിയ രാജാവായ ഫറവോയെ കൈവച്ച് അനുഗ്രഹിച്ചു. രാജകുടുംബം ഈ സത്യങ്ങൾ അറിയുക. ദൈവത്തോടുകൂടെ സമയം ചെലവഴിച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് രാജ പദവിയിൽ ജീവിച്ചെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായി തീർന്ന യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയുടെ മക്കൾ എത്രയധികം എന്ന സത്യം തിരിച്ചറിയുക. കർത്താവിൽ ആശ്രയിക്കാം. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ ജീവിത ചുറ്റുപാടെല്ലാം രാജകീയമായി തീരട്ടെ. അതിനെ വിളിച്ചു വരുത്തുവാൻ നിങ്ങളും ഞാനും നമ്മെ തിരിച്ചറിയുക. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഈ വചനങ്ങൾ കേട്ട എല്ലാവർക്കും സ്വർഗീയ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഉണ്ടാകട്ടെ. ഈ ശക്തി ഇവരുടെ മേൽ വരട്ടെ. ഈ പദവി ഇവർ തിരിച്ചറിയട്ടെ. ഒരു രാജ കുടുംബത്തിലെ അംഗമെന്ന പദവിയിൽ തന്നെ ജീവിക്കുവാൻ, ശേഷം മനുഷ്യരെ പോലെ ജീവിക്കാതെ ഏറ്റവും സ്റ്റാൻഡേർഡിൽ ജീവിക്കുവാൻ ഈ മക്കൾക്ക് കൃപയുണ്ടാകണം. അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങളും വിടുതലും കൽപ്പിച്ചാക്കുന്നു. എല്ലാ കുടുംബങ്ങളും നന്മകൾ കാണട്ടെ. ഇവരുടെ മേലുള്ള വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കി മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ രാജകീയ പദവിയിൽ നമുക്ക് ജീവിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം ഞായറാഴ്ച രാവിലെ 8 മണി മുതലുണ്ട്. നേരിട്ട് സംബന്ധിക്കാൻ കഴിയുന്നവരെല്ലാവരും വരിക. നിങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.